നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ നടി മീരാനന്ദൻ്റെ വിവാഹമായിരുന്നു. ആ വിവാഹ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച സോഷ്യൽ മീഡിയയ്ക്ക് ആ പേജിന് താഴെ ഇത്രമാത്രം വെറുപ്പും കൊണ്ട് നടക്കുന്നവരാണോ മലയാളികൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മോശം കമൻറ്റുകളുടെ കടലൊഴുക്കായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. മീരാനന്ദൻ അവർക്കിഷ്ടമുള്ള ഒരു വരനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ, അവരുടെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അവർ വിവാഹം കഴിക്കുന്നതിന് മറ്റുള്ളവർക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ഏതാനും ചില കമൻറ്റുകൾ ഞാൻ കാണിക്കാം. സുന്ദരന്മാരായ മലയാളി പിള്ളയെ വിട്ടിട്ട് ഈ തമ്പാക്കടിക്കാരനെ എവിടുന്ന് കിട്ടിയാലും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. മീരാനന്ദൻ്റെ സ്വകാര്യമാണ് അവരുടെ വിവാഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ അനുമതി വാങ്ങിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാം തികഞ്ഞ ആളല്ല എന്നും ഈ കമൻ്റ് ഇടുന്നവർ മനസ്സിലാക്കിയെന്ന്. ഇടപ്പള്ളി ജംഗ്ഷനിൽ കുട വിൽക്കാൻ നിൽക്കുന്ന ഭായിയെ പോലുണ്ടല്ലോ ചെക്കനെ കണ്ടിട്ടെന്ന് എന്തൊക്കെ അഭിപ്രായമാണ് പറയുന്നതൊക്കെ. ഇവരുടെയൊക്കെ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാം തികഞ്ഞവരാണോ എന്ന് തിരിച്ചങ്ങോട്ട് ചോദിച്ചാലോ? അയ്യോ, അതൊന്നും ചോദിക്കാൻ പാടില്ല. ഒരാളെ എത്രമാത്രം മോശമായിട്ടും പരിഹസിക്കാനുള്ള ഇടം മാത്രമാണ് ചിലർക്കൊക്കെ ഈ ഫേസ്ബുക്ക് പോലുള്ള സ്ഥലങ്ങൾ. അടുത്ത നോക്കുക. മീരയുടെ സൗന്ദര്യത്തിന് ചേർന്ന പയ്യനല്ല. മീര കൊണ്ട് കടന്നോളൊന്നേ, നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മീരയുടെ സൗന്ദര്യത്തിന് ഒപ്പം വരികയോ ഒപ്പം വരാതിരിക്കുകയൊക്കെ ചെയ്തോട്ടെ. അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാണ് മാറിയിരുന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. മറ്റുള്ളവരെ എന്ത് ചെയ്യണമെന്നും അവരവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കണമെന്നും അവരെങ്ങനെ ജീവിക്കണമെന്നും അവരാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ല. ഞങ്ങളുടെ നാട്ടിലൂടെ പണ്ട് സിമൻറ്റ് കയറ്റി ഇങ്ങനെ ഒരു ലോറി വന്നിരുന്നു. ഞാൻ എവിടെയോ കണ്ട ഒരു ബംഗാളിയെ പോലെയുണ്ട്. ഇനി അവൻ ആണോ ഇത്? പൈസയുടെ മൂല്യം അറിയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ്. മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിക്കാൻ സുഖമാണ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്ന കമൻറ്റ്. ഈ മീരാനന്ദൻ്റെ വരന് കുറച്ച് നീളമുള്ള മൂക്കാണ്, അത് വെച്ചിട്ടാണ് ഈ കളിയാക്കിയിരിക്കുന്നതെന്ന് ഓർക്കുക. ഇത് ഏതാനും കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് വരുന്ന കമൻറ്റുകൾ കാണണം. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു അയാൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഒരു നടനായിക്കോട്ടെ, നടിയായിക്കോട്ടെ, അവരുടെ സിനിമ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അവർ കായിക താരങ്ങളാണെങ്കിൽ അവരുടെ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചുകൊണ്ട് അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ കയറി അഭിപ്രായം പറയുകയും അവരെങ്ങനെ ജീവിക്കണമെന്നും അവരാരെ തിരഞ്ഞെടുക്കണമെന്നും ഒക്കെ തീരുമാനിക്കേണ്ടത് മറ്റു ജനങ്ങളാണോ? എന്താണ് ഇവർ മനസ്സിലാക്കി വെക്കുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല. ഇന്ത്യയിൽ ഈ കേരളത്തിലല്ലാതെ ഇത്രയും മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ജനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. ഈ മലയാളത്തിൽ മാത്രമേ ഇത്രയും തരംതാണ വൃത്തികെട്ട രീതിയിലുള്ള ചില പ്രകടനങ്ങൾ കാണാറുള്ളൂ. അതും ചില കൂട്ടർ യാതൊരു അടിസ്ഥാന മര്യാദയും ഇല്ലാത്ത തരത്തിലാണ് കമൻറ്റുകൾ ഇടുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മലയാളികളുടെ സകല അസൂയയും അഴുക്കും കടൽ പോലെ ഒഴുകിയ കമൻറ്റ് ബോക്സ് തന്നെയാണ് അവരുടെ ഓരോ വാർത്തയും ചിത്രത്തിൻ്റെയും താഴെ നമുക്ക് കാണാനാവുന്നത്. മീരാനന്ദൻ അവർക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. അവൻ്റെ മൂക്കിന് നീളം കൂടി, ബംഗാളി ലുക്ക്. എന്തൊക്കെ കമൻറ്റ്സാണ്! അയാൾക്കൊരമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ഓരോ വാക്കും അവരെ എത്രത്തോളം നോവിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഓരോരുത്തരെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിലപ്പുറം പോരായ്മകൾ കാണാം. സത്യത്തിൽ ഫേസ്ബുക്കൊക്കെ പോലെ വൃത്തികെട്ട കമൻസുള്ള ഒരു പ്ലാറ്റ്ഫോം വേറെയില്ല. ഒരു കുഞ്ഞ് ഡാൻസ് ചെയ്താൽ ആ കുഞ്ഞിൻ്റെ പാവാടയൊന്ന് നീങ്ങിപ്പോയാൽ സദാചാരം വിളമ്പാനെത്തുന്നവരുടെയും തങ്ങളുടെ ലൈംഗിക വൈകൃത ചിന്തകൾ വിസ്തരിക്കുന്നവരുടെയും വേറൊരു കൂട്ടായ്മയും ലോകത്തിലില്ല. ദയവായി മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പങ്കുചേരുക, അല്ലെങ്കിൽ അവരുടെ വഴിക്ക് വിടുക. വെറുതെ മറ്റുള്ളവരെ പറയിപ്പിക്കാൻ വേണ്ടിയും മലയാളിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും ഇത്രയും തരം താണ രീതിയിൽ പെരുമാറരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.